അയോധ്യയിലെ രാമക്ഷേത്രം ഒരു യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുന്നു. അനേക നാളുകളായി ഹൈന്ദവ വിശ്വാസികൾ വളരെയേറെ ആകാംക്ഷയോടുകൂടെ കാത്തിരുന്ന ഒരു മഹാസംഭവം ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര മുഹൂർത്തത്തിനാണ് ഇന്ന് എല്ലാവരും സാക്ഷ്യം വഹിച്ചത്. ഈ കർമ്മത്തിൽ ശ്രീരാമൻ്റെ പ്രതിഷ്ഠ ആ ക്ഷേത്രത്തിൽ നടത്തിയിരിക്കുന്നു. അപ്പോൾ അതൊരു ആരാധനാ കേന്ദ്രമായി മാറിക്കഴിഞ്ഞു. ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ശ്രീരാമൻ്റെ പേരിലുള്ള ക്ഷേത്രം, പ്രത്യേകിച്ച് അയോധ്യ എന്ന് പറയുന്ന പ്രദേശത്തുള്ള ക്ഷേത്രം നാനാവിധമായ കാരണങ്ങളാൽ വൈകാരിക പ്രാധാന്യമുള്ളതാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇന്ന് നടന്ന ചടങ്ങിൽ പല സവിശേഷതകളുണ്ട്. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഏതാണ്ട് ഒരു കാർമ്മികൻ്റെ രീതിയിൽ തന്നെയാണ് അതിൽ ആദ്യന്തം പങ്കെടുത്തത്. മുഖ്യ യജമാനൻ എന്ന പദമാണ് അതിൻ്റെ സംഘാടകർ ബഹുമാന്യനായ പ്രധാനമന്ത്രിക്ക് നൽകിയത്. അതിൻ്റെ അർത്ഥതലങ്ങളെ സംബന്ധിച്ച് സാധാരണ ആളുകൾക്ക് മനസ്സിലാകുന്നില്ല. എന്താണ് ഈ യജമാന സങ്കല്പം? സാധാരണയായി യജമാനൻ എന്ന് പറയുമ്പോൾ യജമാനനോടൊപ്പം നമ്മൾ കാണുന്നത് ദാസന്മാരാണ്. അപ്പോൾ ഇവിടെ ആരാണ് യജമാനൻ, ആരാണ് ദാസൻ എന്നതിനെ സംബന്ധിച്ചൊന്നും സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലായിട്ടില്ല. അതൊരു പക്ഷേ ഈ വിശ്വാസാചാരവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സവിശേഷമായ വിശേഷണമായിരിക്കാം എന്ന് മാത്രമേ പറയാനായി കഴിയുന്നുള്ളൂ. പ്രതിഷ്ഠാകർമ്മത്തിൽ വളരെയേറെ പൗരപ്രമുഖർ പങ്കെടുത്തതായി നാം മനസ്സിലാക്കുന്നു. ഇന്ത്യയിലെ വളരെ പ്രശസ്തരായിട്ടുള്ള സിനിമാ താരങ്ങൾ, കായിക താരങ്ങൾ, അതുപോലെ തന്നെ വ്യാവസായിക പ്രമുഖർ, ഇവരൊക്കെയുള്ള ഒരു നീണ്ട നിരയാണ് ഈ പ്രതിഷ്ഠാകർമ്മത്തിന് സാക്ഷ്യം വഹിച്ചത്. എന്നാൽ അസാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയരായിട്ടുള്ളവരും ഇതിലുണ്ട് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. അതിൽ പ്രത്യേകമായി എടുത്തു പറയേണ്ടത് BJPയുമായി രാഷ്ട്രീയ സഖ്യമില്ലാത്ത ഇന്ത്യയിലെ തലമുതിർന്ന രാഷ്ട്രീയ നേതാക്കന്മാരാണ്. ഉദാഹരണമായി ഇപ്പോൾ BJPയോട് ചേർന്ന് നിൽക്കുന്നിട്ട് പോലും സാന്നിധ്യം കൊണ്ട് നമ്മൾ കാണാതെ പോയ ഒരാളാണ് കർണാടകയിലെ മുൻ പ്രധാനമന്ത്രി കൂടിയായ ശ്രീ ദേവഗൗഡ. അതുപോലെ തന്നെ ബീഹാറിൽ നിന്നുള്ള നിതീഷ് കുമാർ, ഒഡീഷയിൽ നിന്നുള്ള ബിജു പട്നായിക്, അതുപോലെ പ്രശസ്തരായിട്ടുള്ള ശരത് പവാർ, മമതാ ബാനർജി, MK സ്റ്റാലിൻ തുടങ്ങിയതായ രാഷ്ട്രീയ പ്രമുഖരാരും തന്നെ ഇതിൽ പങ്കെടുത്തില്ല എന്നുള്ളതും വളരെ ശ്രദ്ധേയമാണ്. മറ്റൊരു ശ്രദ്ധേയമായ സംഗതി, രാഷ്ട്രീയമായി ഇതിനെ കാണുമ്പോൾ BJP നേതൃത്വം കൊടുക്കുന്നതായിട്ടുള്ള മുന്നണിയിലെ ഘടകകക്ഷി നേതാക്കന്മാർക്ക് പോലും ക്ഷണമുണ്ടായിരുന്നതായി മനസ്സിലാക്കുന്നില്ല. നമുക്കെല്ലാവർക്കും അറിയാം, കേരളത്തിലെ ഒരു പ്രധാന സഖ്യകക്ഷിയാണ് BDJS എന്ന് പറയുന്നതായ പാർട്ടി. അതിൻ്റെ നേതാക്കളെ പോലും ഔപചാരികമായി ഈ അയോധ്യയിലേക്ക് ക്ഷണിച്ചതായി കാണുന്നില്ല. അതിലെ പ്രധാന ചില ആളുകൾ ഇവിടെയുള്ള ക്ഷേത്രങ്ങളിൽ ഇത് വീക്ഷിച്ചതായി മാത്രമേ വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ. ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, ഇത് പൂർണ്ണമായി ഭാരതീയ ജനതാ പാർട്ടിയും RSSും സംഘപരിവാറും അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റും കൂടെ നടത്തിയതായിട്ടുള്ള ഒരു പ്രധാന മതപരമായ ചടങ്ങാണ്. ഇവിടെ ഇപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അസാന്നിധ്യം കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടതായ രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം അവരുടെ അസാന്നിധ്യത്തിന് അവർ വളരെ യുക്തിസഹമായ മറുപടി നൽകിയിട്ടുണ്ട്. കേരളത്തിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പറയുന്ന മറുപടി, ഒരു മതപരമായ ചടങ്ങ് ഒരു മതേതര രാഷ്ട്രത്തിൽ
ഒരു രാഷ്ട്രത്തിൻ്റെ പരിപാടിയായി മാറ്റുക എന്ന് പറയുന്നത് കേട്ടുകേഴ്വിയില്ലാത്ത കാര്യമാണ്. ഇത് യഥാർത്ഥത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹൈന്ദവ വിശ്വാസികളുടെ ഒരു ആരാധനാ കേന്ദ്രമാണ്. ഇവിടെ ഒരു മതേതര രാഷ്ട്രം എന്ന് പറയുന്ന ആ സങ്കല്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പരിപാവനമാണ്. മുൻപൊക്കെ ആവർത്തിച്ച് പറഞ്ഞതുപോലെ മതേതരത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതങ്ങളുടെ നിഷേധമല്ല, സർവ്വമതങ്ങളെയും ഉൾക്കൊള്ളുന്നതായിട്ടുള്ള ഒരു സിദ്ധാന്തമാണ്, അല്ലെങ്കിൽ ഒരു പ്രായോഗികം എന്ന് തന്നെ പറയാവുന്ന ഒരു സമീപനമാണ് ദശാബ്ദങ്ങളായി ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലം മുതൽ ഈ ഒരു സങ്കല്പവും യാഥാർത്ഥ്യവുമായി തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു സെക്കുലറിസം എന്ന പദത്തിലൂടെ വിവക്ഷിക്കുന്നത്. ഇവിടെ സംഖ്യാപരമായി ഹൈന്ദവ വിശ്വാസികൾ ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് 148.55 കോടി ജനങ്ങളുള്ള ഭാരതത്തിൽ 78.8% ഹൈന്ദവ മതവിശ്വാസികളാണ്. 14.2% ഇസ്ലാം മതവിശ്വാസികളാണ്. വെറും 4.8% മാത്രമേ ക്രൈസ്തവരായിട്ടുള്ളൂ. അവരെക്കാളൊക്കെ വളരെ താഴെയാണ് സിഖ് സമുദായക്കാരും ബുദ്ധമതക്കാരും ജൈനമതക്കാരും. അപ്പോൾ ഹൈന്ദവരാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത് സംഖ്യാപരമായി. സ്വാഭാവികമായി അവർക്കൊരു മേൽക്കൈ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ ഇവിടെ ആശങ്കപ്പെടുത്തുന്ന ഒരു പ്രധാന കാര്യം, എല്ലാ മതങ്ങളെയും സംഖ്യയ്ക്കപ്പുറമായി തുല്യമായി കാണുന്ന മതേതര രാഷ്ട്രമായ ഇന്ത്യയിൽ ഒരു മതത്തിൻ്റെ ചടങ്ങ്, മതപരമായ ഒരു ചടങ്ങ് ഒരു രാഷ്ട്രത്തിൻ്റെ പരിപാടിയായി ബോധപൂർവം മാറ്റിയതിലുള്ള ഒരു അസാധാരണത്വമാണ്. കൂട്ടത്തിൽ ഇത് നടത്താനായി നിശ്ചയിച്ച സമയവും വളരെ പ്രധാനമാണ്. അതിനും രാഷ്ട്രീയ വൃത്തങ്ങളിൽ ന്യായമായ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്താണ് പ്രത്യേകമായി സമയത്തിൻ്റെ പ്രാധാന്യം? എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഏതാനും മാസങ്ങൾക്കകം ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് പാർലമെൻറ്റിലേക്ക് നടക്കാൻ പോവുകയാണ്. എല്ലാവരും കരുതുന്നത് പോലെ BJPയും INDA എന്ന് പറയുന്ന ഒരു സഖ്യവും ചേർന്നാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റുമുട്ടുന്നത്. INDA എന്ന് പറയുന്ന സഖ്യം ഏതാണ്ട് 28 രാഷ്ട്രീയ പാർട്ടികൾ ചേർന്നുണ്ടാക്കിയ ഒരു സഖ്യമാണ്. അവരെടുത്തിരിക്കുന്നതായിട്ടുള്ള പ്രതിജ്ഞ എന്ന് പറയുന്നത് യാതൊരു കാരണവശാലും ഭാരതീയ ജനതാ പാർട്ടി ഒരു മൂന്നാം ഊഴത്തിൽ അധികാരത്തിൽ വരാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു BJP മുക്ത ഭാരതം എന്നതാണ് അവരുടെ പ്രഖ്യാപിതമായ നയം, തീരുമാനം. അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളെല്ലാം തന്നെ ഉണ്ട്. തൃണമൂൽ കോൺഗ്രസ്, ആം ആദ്മി പാർട്ടി, സമാജ്വാദി പാർട്ടി, DMK, അതുപോലെ തന്നെ ഇടതുപക്ഷ കക്ഷികൾ, ഇതെല്ലാം ചേർന്ന ഈ സഖ്യത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ്. അപ്പോൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ BJPയുടെ സഖ്യവും ഈ സഖ്യവും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ വൈകാരികമായി ഇത് ഒരു തലമുണ്ടാക്കി അത് ഒരു രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്ന ഒരു നിഗൂഢമായ തന്ത്രം കൂടി ഇപ്പോഴത്തെ കേന്ദ്രം ഭരിക്കുന്ന ഭരണകക്ഷിക്കുണ്ട് എന്നുള്ളതാണ് വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ബോധപൂർവമാണ് അതിൻ്റെ പണി മുഴുവൻ പൂർത്തിയായിട്ടില്ലെങ്കിൽ പോലും ഇപ്പോൾ തന്നെ അതിലെ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചത്. കാരണം ഇത് BJP സർക്കാരിൻ്റെ ഒരു വലിയ നേട്ടമായി അവതരിപ്പിച്ചുകൊണ്ട് കേവലമായ മനസ്സുകളിലൊക്കെ ഇതിനെ ഒരു വൈകാരിക പ്രശ്നമായി ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഇത് ഒരു വോട്ട് ബാങ്ക് സൃഷ്ടിക്കുന്നതിനുള്ള ബോധപൂർവമായ ശ്രമമാണ് എന്ന ഒരു ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നല്ലൊരളവ് വരെ ശരിയാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ വീക്ഷിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുന്നത്. അപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി
ഈ വിഷയം ഇപ്പോൾ എടുത്തിട്ടതും ഇപ്പോൾ തന്നെ ഈ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചതും അതിൻ്റെ പേരിൽ വ്യാപകമായ പ്രചാരം അഴിച്ചുവിടുന്നതും അതിനകത്ത് ബഹുമാന്യനായ പ്രധാനമന്ത്രി മുഖ്യ പങ്കാളിയാകുന്നതുമൊക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൂടി വെച്ചുകൊണ്ടാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അങ്ങനെ പറയുന്നവരെ കുറ്റപ്പെടുത്താനായി സാധ്യമല്ല. അപ്പോൾ ഒരു മതപരമായ ചടങ്ങ് ഒരു രാഷ്ട്രീയ പരിപാടിയാക്കുക എന്ന് പറയുന്നത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ഒരു സമീപനമാണ്. അത് ഭരണഘടനയിൽ വിവക്ഷിച്ചിരിക്കുന്ന അടിസ്ഥാനപരമായ മതേതരത്തെയും ചോദ്യം ചെയ്യുന്നതാണ് എന്നതും നാം കാണേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മതങ്ങളും ഭരണ സംവിധാനവും തമ്മിലുള്ള അകലം കുറഞ്ഞു വരികയാണ്. രാഷ്ട്രീയത്തിൽ മതം ഇടപെടാൻ പാടില്ല, മതകാര്യങ്ങളിൽ രാഷ്ട്രീയം കലർത്താൻ പാടില്ല എന്ന ഒരു സമവാക്യം നമ്മുടെ രാജ്യത്ത് വ്യാപകമായി പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. മതപരമായ കാര്യങ്ങൾ അവർക്ക് വിട്ടുകൊടുക്കണം. അതേത് മതത്താണെങ്കിലും ശരി, ആ വിശ്വാസങ്ങൾ നമ്മുടെ നാട്ടിൽ ശബരിമലയൊക്കെ ഉണ്ടായ പ്രശ്നങ്ങളെല്ലാം അറിയാം. അവിടെ ശാന്തമായി കൊണ്ടിരിക്കുന്നു. കാരണം അതൊരു മതവിശ്വാസമാണ്. അതുകൊണ്ട് മതവിശ്വാസികൾക്ക് വിട്ടുകൊടുക്കണം എന്നുള്ളതാണ്. മതപരമായ ചടങ്ങുകൾ മത പുരോഹിതന്മാർക്ക് വിട്ടുകൊടുക്കുക, അതേത് മതമാകട്ടെ, അതിൽ രാഷ്ട്രീയം കലർത്തുന്നത് ഒരിക്കലും ആശാസ്യമായ ഒരു സംഗതിയല്ല. മറിച്ച് രാഷ്ട്രീയത്തിൽ മതം ഇടപെടുന്നതും ആശാസ്യമല്ല. എന്നാൽ ഇവിടെ നാം കാണുന്നത് ഒരു ഭൂരിപക്ഷ മത സ്വാധീനം ചെലുത്തി അതിൻ്റെ പേരിൽ ഒരു വൈകാരികമായ ചില ഓളങ്ങൾ സൃഷ്ടിച്ച് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ മണിപ്പൂരിലൊക്കെ നടക്കുന്ന സംഭവങ്ങൾ ഇപ്പോഴും എവിടെയും എത്താതെ നിൽക്കുകയാണ്. അപ്പോൾ മതങ്ങളെ സംബന്ധിച്ച് സംഖ്യാപരമായ ഒരു സമീപനമല്ല വേണ്ടത്. അത് ന്യൂനപക്ഷമാണെങ്കിലും ശരി, ആ മതങ്ങളെയും സംരക്ഷിച്ച് എല്ലാ മതങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ഭാരത സംസ്കാരത്തിനാണ് ഊന്നൽ നൽകേണ്ടത് എന്ന ഒരു ഗൗരവമായ ചർച്ച ഇപ്പോൾ പൊതുസമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ ഇന്നത്തെ പ്രതിഷ്ഠ ഒരു മതപരമായ ചടങ്ങ് എന്നതിനപ്പുറമായി ഒരു രാഷ്ട്രീയ പരിപാടിയാക്കിയതിനുള്ള എതിർപ്പാണ് നേരത്തെ പറഞ്ഞതുപോലെ പല നേതാക്കന്മാരുടെയും അസാന്നിധ്യത്തിന് കാരണമായിരിക്കുന്നത്. ഇത് വരും ദിവസങ്ങളിൽ വളരെ വിപുലമായ ചർച്ചയ്ക്ക് വഴിയൊരുക്കും. ഏതായാലും ഈ ക്ഷേത്രം ഒരു പുണ്യസ്ഥലമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആ ക്ഷേത്രത്തിൽ അതിൽ വിശ്വാസികളായിട്ടുള്ള ആളുകൾ രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ വരും ദിവസങ്ങളിൽ ദർശനത്തിനായി പോകുമെന്നുള്ള വാർത്തയും വന്നിട്ടുണ്ട്. അവരവരുടെ വിശ്വാസമനുസരിച്ച് പോകാനുള്ള സ്വാതന്ത്ര്യം എല്ലാ രാഷ്ട്രീയ കക്ഷികളും കൊടുത്തിട്ടുണ്ട്. എന്തായാലും രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികളായി ഒരു കക്ഷിയും ഇതിൽ പങ്കെടുക്കുന്നില്ല എന്നതും വ്യക്തമാണ്. ഇടതുപക്ഷ കക്ഷികൾ അവരുടെ നിലപാട് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഔദ്യോഗികമായി പാർട്ടി എന്ന നിലയിൽ ഇതിനകത്ത് പങ്കെടുക്കുന്നില്ല. എന്നാൽ അതിൽ താല്പര്യമുള്ള നേതാക്കൾക്ക് എല്ലാവർക്കും ഒരു പൊതു ആരാധനാ കേന്ദ്രമെന്ന രീതിയിൽ അവിടെ സന്ദർശിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അതാണ് വേണ്ടത്. ഈ ഒരു ആരാധനാ ആലയത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തെയോ സംഖ്യാപരമായി മാറ്റി നിർത്തുന്നതും സംഖ്യാപരമായി അതിൻ്റെ പേരിൽ നേട്ടമുണ്ടാക്കുന്നതും ഒരു മതേതര സങ്കല്പത്തിന് യോജിച്ചതല്ല എന്നുള്ളത് നാം ഇപ്പോൾ പ്രത്യേകിച്ച് ഓർക്കേണ്ടിയിരിക്കുന്നു.